സുമിത്രേ, നീയൊന്ന് സമാധാനിക്കേ, അവൻ വരും. എത്ര ആലോചിച്ചിട്ടും എനിക്ക് സമാധാനം കിട്ടുന്നില്ലമ്മേ. എന്റെ മോന്റെ അവസ്ഥ എങ്ങനെയാ? അവന്റെ ജീവിതം വെച്ചല്ലേ ഈ കളിക്കുന്നതൊക്കെ. ആർക്കും ഒരു കരുണയില്ല. അവനെക്കുറിച്ച് ചിന്തിക്കാത്ത ആരാ ഇവിടെയുള്ളത്? എന്ത് ചെയ്യുന്നെങ്കിലും അവന്റെ നല്ലത് കരുതിയിട്ടല്ലേ. മനസ്സിലെ പ്രാർത്ഥനയോടെയല്ലാതെ അവന്റെ കാര്യം ഞാനോ നന്ദനോ ഓർക്കറേയില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടമ്മേ. പക്ഷെ അതുകൊണ്ടൊന്നും എന്റെ മകന്റെ മനസ്സ് ശാന്തമാവുന്നില്ലല്ലോ. കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടന്നതാ. നിർബന്ധിച്ച് പിന്നാലെ നടന്ന് സമ്മതിപ്പിച്ചു. അന്ന് തുടങ്ങിയതാ ഈ പ്രശ്നങ്ങളൊക്കെ. മര്യാദക്കൊന്ന് ചിരിച്ച് സംസാരിച്ച് അവനെ കണ്ടിട്ട് എത്ര കാലമായെന്നറിയോ? ദൈവത്തിന് നിരക്കാത്തതൊന്നും അവൻ ചെയ്തിട്ടില്ല സുമിത്രേ. അവന് ആപത്തൊന്നും സംഭവിക്കില്ല. ദൈവം കാത്തോളൂ. നീ സമാധാനിക്കേ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ മോളെ? കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലമ്മേ. ആ സ്വപ്നം വല്ലാതെങ്ങ് വേട്ടയാടുന്നത് പോലെ. ഇപ്പൊ ഈ കുരുത്തം കെട്ട സ്വപ്നം കണ്ടതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ തന്നെ. ആളുകൾ ബഹളം വെച്ചതും വീട് തല്ലിപ്പൊളിക്കാൻ നോക്കിയതും ഒക്കെ മനസ്സിലങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിന്റെ അസ്വസ്ഥത കൊണ്ടാ കാണാൻ പാടില്ലാത്തതൊക്കെ കാണുന്നേ. മോളെ, നിന്നോട് ചോദിക്കുമ്പോ ഏത് നേരവും മനസ്സിൽ നിന്ന് നവീനെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയും. എന്നാ തനിച്ചിരിക്കുമ്പോ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനമ്മേ? അങ്ങനെ അങ്ങ് പറിച്ചു കളയാൻ പറ്റില്ലല്ലോ. എന്റെ കഴുത്തില് താലി കിട്ടിയ ആളല്ലേ മോളെ. പലർക്കും താലി കഴുത്തിൽ വീഴുന്നത് പല വട്ടം സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആദ്യത്തേത്. ഇത് തന്നെയാണ് അവസാനത്തേതും. എന്തൊക്കെ നീ പറയുന്നേ? നവീനും ഗാഥയും നന്നായി ജീവിക്കണമെന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെയാണോ ഇതും? അപ്പോ നിനക്കൊരു ജീവിതം വേണ്ടേ? എന്റെ ജീവിതമാണിത്. അമ്മയോടൊപ്പം അമ്മയെ സ്നേഹിച്ചിങ്ങനെ വേറെ ഒന്നും വേണ്ട. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അമ്മ കിടന്നു. എനിക്ക് ഇന്നിനി എത്ര ശ്രമിച്ചാലും ഉറക്കൊന്നും കിട്ടില്ല.